ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ യാത്ര KSRTC ബസ്സിലാട്ടോ. വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരാളെ സർപ്രൈസായിട്ട് കാണാൻ പോകുന്നതാണ്. ആൾക്കറിയില്ല ഞാനിന്ന് വരുന്ന കാര്യം. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇന്ന് ആളെ കാണാൻ പോകുന്നത്. അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ എനിക്കുണ്ട്. കയറി ചെന്നപാടെ അവൾ ആ സൈഡിൽ തന്നെ ഉണ്ടാവുമെന്ന് ഞാൻ അറിഞ്ഞില്ല. അതെനിക്കൊരു സർപ്രൈസായിപ്പോയി. ഗൈസ്, എന്നറിയാവുന്നവർക്കറിയാം, ആ കോണിംഗ് ബെല്ലിൻ്റെ സൗണ്ടുള്ള ചിരി അത് എൻ്റെ മാത്രമാണ്. ഇത് ജോസ്മി, ഞങ്ങളുടെ ജോസ്. ഞങ്ങൾ ഒരുമിച്ചാണ് നഴ്സിംഗ് പഠിച്ചത്. ഞങ്ങളുടെ ആ ക്ലാസ്സിലാകെ 3 മലയാളീസ് ഉണ്ടായിരുന്നുള്ളൂ. അതിലൊരാളിപ്പോൾ സൗദിയിലുണ്ട്. ഞങ്ങൾ 3 പേരായിരുന്നു കൂട്ട്. ഇപ്പോൾ നഴ്സിംഗ് കഴിഞ്ഞിട്ട് ഏകദേശം 6 വർഷമായി. 6 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഇവളെ കാണുന്നത്. എൻ്റെ കോളേജ് ലൈഫ് അടിപൊളിയാകാൻ കാരണം ഇവളും കൂടിയാണ്. ഞങ്ങൾ അത്ര കൂട്ടായിരുന്നു കേട്ടോ. ആളിങ്ങനെ ഇരിക്കണമെന്നൊന്നും വിചാരിക്കണ്ട ഗൈസ്, ഒരു ഹോസ്പിറ്റലിൻ്റെ നഴ്സിംഗ് ഇൻചാർജാണിത്. അവളുടെ കല്യാണത്തിന് എനിക്ക് പോകാൻ പറ്റിയില്ല. അതിനുള്ള തെറി മുഴുവൻ ഞാൻ കേട്ടു. ഇതാണ് ടോണി, അവളുടെ ഹസ്ബൻഡ്. ടോണി ഞങ്ങളുടെ ഫ്രണ്ടാട്ടോ. അങ്ങനെ ഒരുപാട് വർഷത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് തണ്ണീർമുക്കം ബണ്ടിലേക്കാണ് ഒരു ചായ കുടിക്കാൻ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. ആംബിയൻസ് ഒന്നും ഒരു രക്ഷയില്ല. ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് ആ ബണ്ട് നോക്കിയിരുന്ന് വിശേഷം പറഞ്ഞ് ചായ കുടിക്കാൻ പറ്റിയ ബെസ്റ്റ് സ്പോട്ട്. ചായ്വാല എന്ന് പറഞ്ഞ ഷോപ്പുള്ള ഒരു സ്പോട്ടിലേക്കാണ് ഞാൻ പോയത്. ഇതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റിലും അപ്പുറത്തെ സൈഡിലും ഒക്കെ ഷോപ്പുണ്ട്. ഇതിനും ബെസ്റ്റായ സ്ഥലങ്ങളായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. സമയപരിമിതി കാരണം എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അതെങ്ങനെയാണ്, ലേറ്റ് ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് വിളി വരാൻ തുടങ്ങിയേ. ഒരു വാനില ചായയും മൊമോസുമാണ് ഞാൻ അവിടെ നിന്ന് ട്രൈ ചെയ്തത്. വാനില ചായ ഒരു വെറൈറ്റി ഒക്കെ ഉണ്ട്. ഒരുപാട് വർഷത്തെ വിശേഷങ്ങൾ പറയാനുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ആ സമയം മതിയായില്ലായിരുന്നു. അയ്യോ ഗൈസ്, ഞാൻ പറഞ്ഞതിലൊരു തിരുത്തുണ്ട്. 4 വർഷത്തെ കോളേജിന് ശേഷം 2 വർഷം ഞങ്ങൾ ബാംഗ്ലൂർ ഒരുമിച്ചുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ടാണ് ഇവൾ സൗദിയിലേക്ക്, ഞാൻ അബുദാബിയിലേക്കും പോയത്. അപ്പോൾ ഒരു 4 വർഷമായിട്ടുള്ളൂ കാണാതിരുന്നിട്ട്. എന്നാലും പറയാനുണ്ട് ഒരുപാട് വിശേഷങ്ങൾ. ആക്ച്വലി എല്ലാ പ്രാവശ്യവും വിചാരിക്കുക ഒരുമിച്ച് നാട്ടിൽ വരണമെന്ന്. പക്ഷേ ഈ പ്രാവശ്യമാണ് അത് സംഭവിച്ചത്, അതും യാദൃശ്ചികമായിട്ട്. ശരിക്കും മൊമോസിൽ ഞങ്ങൾക്കൊരു ഉണ്ട്. ബാംഗ്ലൂരിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതിന് ഞങ്ങൾ ആദ്യം ഓടുന്നത് മടിവാളയിലേക്കാണ്. അവിടുത്തെ ഒരു ചേട്ടൻ്റെ ഷോപ്പിൽ മൊമോസ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതും കഴിച്ച് ഞാൻ ബായ് പറഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു ഗൈസ്.